10ലെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 14ാമത്തെ പേജിലെ ടോപ്പിക്കുകൾ പൊസിഷൻ ആൻഡ് ടൈം, സ്ഥാനവും പദവും. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസിനെ കുറിച്ചും പൊസിഷനെ കുറിച്ചും നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്തായിരുന്നു ടേംസ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലുള്ള നമ്പേഴ്സിനെയാണ് ടേംസ് എന്ന് പറയുന്നത് അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് അതേതാ? 2, 4, 6, 8 എക്സെട്ര അല്ലെ? ഈ സീക്വൻസിലെ ടേംസ് ഏതൊക്കെയാ? 2 ഒരു ടൈമാണ്, 4 അടുത്ത ടൈമാണ്, 6 വേറൊരു ടൈമാണ്, 8 വേറൊരു ടൈമാണ്. ഇങ്ങനെയാണല്ലോ ഇതിന്റെ ടേംസ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടേംസ് എന്ന്. ഇനി പൊസിഷൻസ് ഏതൊക്കെയാണ്? ഒരു ടേം എത്രാമതാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നതാണ് പൊസിഷൻ. നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ഒരു ടൈം ആണല്ലേ? 2 എത്രാമത്തെ ടൈമാ? ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ടൈം അല്ലേ 2? അപ്പോൾ 2ന്റെ പൊസിഷൻ ഏതാ? ഫസ്റ്റ് പൊസിഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 രണ്ടാമതല്ലേ എഴുതിയിരിക്കുന്നത്? അതായത് 4 സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന ഒരു നമ്പർ ആണെന്ന് പറയാം അല്ലെ? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ സംഖ്യയാണ് എന്ന് പറയുന്നതാണ് പൊസിഷൻ. ഇവിടെ 2 ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം. 4 സെക്കൻഡ് ടൈം അല്ലെ? 6 തേർഡ് ടൈം അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ കിടക്കുന്ന ഒരു നമ്പർ ആണ് 6. 8 ഫോർത്ത് ടൈം എന്ന് പറയാം അല്ലെ? അതായത് എത്രാമത്തെ നമ്പർ ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കണമെങ്കിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ വേണം? ഒരു ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് തന്നു, അതുപോലെ തന്നെ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും തന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ടാക്കത്തില്ലേ? ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം 5 ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ടൈം 5, അതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് വിചാരിക്കുക. കോമൺ ഡിഫറൻസിനെ ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഡി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കോമൺ ഡിഫറൻസിനെ ഡി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ടൈം 5, കോമൺ ഡിഫറൻസ് 3. അങ്ങനെയാണെങ്കിൽ ആ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം എഴുതേണ്ട സംഖ്യ അല്ലെ? അതായത് 5. ഇനി അടുത്ത ടൈം ഏതായിരിക്കും? സെക്കൻഡ് ടൈം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്താ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിൽ തുടങ്ങി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നതല്ലേ അരിത്തമെറ്റിക് സീക്വൻസ്? അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന നമ്പറിന് പറയുന്ന പേരെന്നാ? കോമൺ ഡിഫറൻസ് എന്നല്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് 3 ആണ് അല്ലെ? ഫസ്റ്റ് നമ്പർ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകണം അല്ലെ? അതായത് 5 + 3 8 കിട്ടും അല്ലെ? അടുത്ത തേർഡ് നമ്പറോ? സെക്കൻഡ് ടൈമിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അതായത് 8 + 3 11 കിട്ടും അല്ലെ? അടുത്ത ഫോർത്ത് ടൈമോ? തേർഡ് ടൈമിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് 11 + 3 14 എക്സെട്ര എന്ന് കിട്ടും അല്ലെ? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് ടൈമും ഒരു കോമൺ ഡിഫറൻസും കിട്ടിയാൽ മതി. ഇനി ഫസ്റ്റ് ടൈം കിട്ടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ടൈമും കോമൺ ഡിഫറൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാം? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാം. അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ടൈം ആണ് 5 എന്ന് വിചാരിക്കുക. സെക്കൻഡ് ടൈം കോമൺ ഡിഫറൻസ് 3 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ അരിത്തമെറ്റിക് സീക്വൻസ് ഏതായിരിക്കും? നമുക്ക് തന്നിരിക്കുന്നത് സെക്കൻഡ് ടൈം ആണ് അല്ലെ? അപ്പോൾ ഫസ്റ്റ് ടൈം അവിടെ ഉണ്ട്, സെക്കൻഡ് ടൈം 5. ഇനി തേർഡ് ടൈം നമ്മൾ കണ്ടുപിടിക്കണം, ഫോർത്തും കണ്ടുപിടിക്കണം അല്ലെ? സെക്കൻഡ് ടൈം ആണ് 5 എങ്കിൽ ഫസ്റ്റ് ടൈം ഏതായിരിക്കും? നമ്മൾ പഠിച്ചത് എങ്ങനെയാ? ഫസ്റ്റ് ടൈമിനോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാണ് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കുന്നതല്ലേ? അപ്പോൾ സെക്കൻഡ് ടൈം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഫസ്റ്റ് ടൈം എങ്ങനെ കിട്ടും? ഈ തന്നിരിക്കുന്ന കോമൺ ഡിഫറൻസ് കുറച്ചാ പോരെ? അപ്പോൾ 5 - 3 അല്ലെ? എത്രയാണ്? 2. ഫസ്റ്റ് ടൈം 2, അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ 5 കിട്ടിയല്ലേ? അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നമുക്ക് ഓക്കെ ആയി. ഇനി തേർഡ് ടൈമോ? സെക്കൻഡ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ 5 + 3 അല്ലെ? 8. ഫോർത്ത് ടൈമോ? തേർഡിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലെ? അപ്പോൾ 8 + 3 11 കിട്ടും അല്ലെ? എക്സെട്ര. ഇങ്ങനെയാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഒരു ടൈമിന്റെ തൊട്ട് പുറകിലുള്ള ടൈം കിട്ടാനായിട്ട് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക അല്ലെ? അതിന് ശേഷമുള്ള ടൈം കിട്ടാനായിട്ടോ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ക്യാൻ യു റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 1 and 11 as ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈംസ്? 1, 11 എന്നീ സംഖ്യകൾ ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങളായി ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്, സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട് അല്ലെ? നമുക്കതൊന്ന് എഴുതാം.
ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 11. ഇത് യൂസ് ചെയ്ത് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ ഉണ്ടാക്കേണ്ടത്. അതായത് തേർഡ് ടൈം കണ്ടുപിടിക്കണം, ഫോർത്ത് ടൈം കണ്ടുപിടിക്കണം, അങ്ങനെ എക്സെട്ര അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫസ്റ്റ് ടൈമും ഒരു കോമൺ ഡിഫറൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതത്തില്ലായിരുന്നോ. ഇവിടെ പക്ഷെ കോമൺ ഡിഫറൻസ് കൊടുത്തിട്ടില്ല അല്ലെ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഏതൊക്കെ ടൈമാണ് തന്നിരിക്കുന്നത്? തൊട്ടടുത്തടുത്ത ടൈമുകളല്ലേ തന്നിരിക്കുന്നത്, ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും. അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തായിരുന്നു ഒരു അരിത്തമെറ്റിക് സീക്വൻസ്? ഫസ്റ്റ് ടൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്, ശരിയല്ലേ? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴല്ലേ ഏത് കിട്ടിയത്? 11 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റും സെക്കൻഡും ടൈമുകളുടെ ഡിഫറൻസ് ആയിരിക്കുമല്ലേ കോമൺ ഡിഫറൻസ്? 1ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? അത് 10 അല്ലെ. അതായത് ഫസ്റ്റ് ടൈമിന്റെ കൂടെ 10 ആഡ് ചെയ്തപ്പോഴാണ് സെക്കൻഡ് ടൈം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? ആ ആഡ് ചെയ്യുന്ന സംഖ്യ അല്ലായിരുന്നോ 10 നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ തേർഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് വീണ്ടും ആഡ് ചെയ്യണം അല്ലെ. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? അതായത് ഡി അല്ലെ. ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 11 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. കോമൺ ഡിഫറൻസ് 10 ആയിട്ട് നമുക്ക് കിട്ടിയതായിരുന്നു അല്ലെ. അപ്പോൾ സെക്കൻഡ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. 11 + 10 എത്ര കിട്ടും? 21 കിട്ടും അല്ലെ. 21. അതായത് നമ്മൾ തേർഡ് ടൈമും കിട്ടി. ഇനി ഫോർത്ത് ടൈം കണ്ടുപിടിക്കണ്ടേ? തേർഡ് ടൈമിന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതായത് 21 + 10 ചെയ്യണം അല്ലെ. എത്ര കിട്ടും? 21 + 10 31 എക്സെട്ര. ഇതല്ലേ നമ്മുടെ സീക്വൻസ്. അതായത് ഇവിടെ എന്തൊക്കെയായിരുന്നു നമുക്ക് തന്നിരുന്നത്? ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും മാത്രമായിരുന്നല്ലോ തന്നിരുന്നത്. നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ വേണം? ഏതെങ്കിലും ഒരു ടൈമും കോമൺ ഡിഫറൻസും വേണം അല്ലെ. അതായത് ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? തൊട്ടടുത്തടുത്ത ടൈമുകളാണല്ലോ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് അടുത്ത ടൈം കിട്ടുന്നത്, ശരിയാണല്ലോ. അതായത് ആ ടൈമുകളുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് സെക്കൻഡ് ടൈമുകളായിരുന്നു തന്നിരുന്നത്. അത് കാരണം കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അല്ലെ. 11 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി ഓരോ ടൈമിന്റെയും കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തൊട്ടടുത്ത ടൈം കിട്ടും അല്ലെ. അപ്പോൾ സെക്കൻഡ് ടൈമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് 10 ആഡ് ചെയ്തപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടൈം തേർഡ് ടൈം കിട്ടി. അതായത് 11 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. അടുത്ത തേർഡ് ടൈമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് വീണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫോർത്ത് ടൈം കിട്ടും. അതായത് 21 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 31. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക, അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമും കോമൺ ഡിഫറൻസും ആണ് ആദ്യം വേണ്ടത്. അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിനോട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കിക്കേ. Can you write an arithmetic sequence with 1 and 11 as the first and the third times? 1, 11 എന്നീ സംഖ്യകൾ ആദ്യത്തെയും മൂന്നാമത്തെയും പദങ്ങളായി ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാമോ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെ ടൈംസാ? ഫസ്റ്റ് ആൻഡ് തേർഡ് ടൈംസാ അല്ലെ. അതായത് ഫസ്റ്റ് ടൈം അത് 1 ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. സെക്കൻഡ് ടൈം തന്നിട്ടുണ്ടോ? സെക്കൻഡ് ടൈം തന്നിട്ടില്ല. അടുത്ത് തേർഡ് ടൈം തന്നിട്ടുണ്ടല്ലോ, അത് എത്രയാ? 11 അല്ലെ. അപ്പോൾ ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതാ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് ടൈമും കണ്ടുപിടിക്കണം, പിന്നെ നമുക്കൊരു ഫോർത്ത് ടൈമും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് ടൈമും ആയിരുന്നല്ലേ തന്നത്. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി അല്ലെ. ഇവിടെയും ആ രീതിയിൽ ചെയ്താൽ മതിയോ? 11ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുമോ? 11ഉം 1ഉം തൊട്ടടുത്ത ടൈമുകളാണോ? അല്ല അല്ലെ. തൊട്ടടുത്ത് കിടക്കുന്ന ടൈമുകളാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ? കോമൺ ഡിഫറൻസാ. പക്ഷെ ഇത് തൊട്ടടുത്തടുത്ത ടൈമുകളാണോ? അല്ല അല്ലെ. ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും ആണ് തന്നിരിക്കുന്നത്. നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് നിർബന്ധമായിട്ടും വേണം അല്ലെ. അതുകൊണ്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം ഉറപ്പായിട്ടും. എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കായിരുന്നല്ലോ. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈമിനോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലെ. ഫസ്റ്റ് ടൈമിനോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും?
സെക്കൻഡ് ടൈം കിട്ടും. ആ സെക്കൻഡ് ടൈം എനിക്ക് അറിയത്തില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇനി സെക്കൻഡ് ടൈമിൽ നിന്ന് തേർഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടൈം ഉണ്ടായിരുന്നെങ്കിൽ തേർഡ് ടൈം എങ്ങനെ കിട്ടും? സെക്കൻഡ് ടൈമിനോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതല്ലേ തേർഡ് ടൈം. സെക്കൻഡ് ടൈമിൽ നിന്ന് തേർഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ. അതായത് ഇവിടെ ഒന്ന് നോക്കിക്കേ, ഫസ്റ്റ് ടൈമിനോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടൈം കിട്ടുന്നത്. സെക്കൻഡ് ടൈമിനോട് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? തേർഡ് ടൈം കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫസ്റ്റ് ടൈമിൽ നിന്ന് തേർഡ് ടൈം എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റ് ടൈമിൽ നിന്ന് ഡയറക്റ്റ് തേർഡ് ടൈം വേണം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് ടൈമിൽ നിന്ന് വീണ്ടും തേർഡ് ടൈം കണ്ടുപിടിക്കുന്നു. അതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈമിനോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ടൈം കിട്ടി, വീണ്ടും ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ തേർഡ് ടൈം കിട്ടി. ഞാൻ ഇപ്പോൾ ചോദിച്ചത് എന്താ? ഫസ്റ്റ് ടൈമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തേർഡ് ടൈം കണ്ടുപിടിക്കണം. അതെങ്ങനെയാ? നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് എത്താൻ വേണ്ടി ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തല്ലേ, സെക്കൻഡിൽ നിന്ന് തേർഡ് എത്താൻ വേണ്ടിയോ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് തേർഡ് എത്താൻ വേണ്ടി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണമായിരിക്കും? 1, 2 2 കോമൺ ഡിഫറൻസ് അല്ലായിരിക്കും ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റിൽ നിന്ന് തേർഡ് എത്താൻ വേണ്ടി 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതായത് ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ള ഈ വ്യത്യാസം എത്ര കോമൺ ഡിഫറൻസാ? 2 കോമൺ ഡിഫറൻസ് അല്ലേ. അത് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതിയാലോ. ഫസ്റ്റും തേർഡും തമ്മിലുള്ള വ്യത്യാസം അതെങ്ങനെ എഴുതുന്നത്? തേർഡിൽ നിന്ന് ഫസ്റ്റ് കുറച്ചാൽ പോരെ, തേർഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അല്ലെ. ഇപ്പോൾ ഫസ്റ്റും തേർഡും തമ്മിലുള്ള വ്യത്യാസം എത്ര കോമൺ ഡിഫറൻസാ? 2 കോമൺ ഡിഫറൻസ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോമൺ ഡിഫറൻസ്. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. 11 മൈനസ് 1 10 കിട്ടും അല്ലേ. 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2D. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസിന്റെ ഷോർട്ട് ഫോം ആണ് ഡി. അങ്ങനെയാണെങ്കിൽ ഡി എത്രയാ? 2 ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. 10 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി. അതായത് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി. നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയായിട്ട് കിട്ടി? 5 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കത്തില്ലേ? ആ സീക്വൻസ് ഒന്ന് എഴുതിക്കേ. ഫസ്റ്റ് ടൈം 1 അല്ലേ. സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈമിനോട് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ആഡ് ചെയ്യണം അല്ലേ. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 5 അല്ലേ. സോ 1 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 6 പ്ലസ് 5 11. ആ തേർഡ് ടൈം അല്ലായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്. അടുത്ത് 11 പ്ലസ് 5 16 അല്ലേ, എക്സെട്ര. ഇതായിരിക്കും നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ടൈമും ഒരു കോമൺ ഡിഫറൻസും ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 ടൈമുകൾ അടുത്തടുത്ത ടൈമുകളല്ല, ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും. നമ്മൾ ആ സീക്വൻസ് എഴുതി നോക്കിയപ്പോൾ ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, സെക്കൻഡിൽ നിന്ന് തേർഡ് കണ്ടുപിടിക്കാനായിട്ട് അടുത്ത കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ. അതായത് ഫസ്റ്റും തേർഡും തമ്മിലുള്ള വ്യത്യാസം 2 കോമൺ ഡിഫറൻസ്. അത് നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് എഴുതി. ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ള വ്യത്യാസം അതായത് 11 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 കോമൺ ഡിഫറൻസ് 2D. അതിനകത്ത് നമ്മൾ ഡി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. 5 ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഇനി എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈമിനോട് ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ മതി, നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് കിട്ടും. അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. അരിത്മെറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഒന്നാമത്തത് നോക്കിക്കേ. 24, 42 പിന്നെ 2 ടൈം കൂടെ കണ്ടുപിടിക്കണം അല്ലെ. 24, 42 എക്സെട്ര 2 ടൈമും കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമായിരുന്നു? ഏതെങ്കിലും ഒരു ടൈമും ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം വേണമായിരുന്നു അല്ലെ. ഇവിടെ ടൈമുകൾ തന്നിട്ടുണ്ട്, പക്ഷെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടില്ല അല്ലെ. ആദ്യം ഇപ്പൊ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇവിടെ തൊട്ടടുത്ത 2 ടൈമുകളാണ് തന്നിരിക്കുന്നത് അല്ലെ. 24ഉം 42ഉം ഫസ്റ്റും സെക്കൻഡും ടൈമുകളാണല്ലേ അത്. ഇപ്പൊ തൊട്ടടുത്ത ടൈമുകളാണ് തന്നിരിക്കുന്നത് എങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. കാരണം ഒരു ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കൂട്ടിയതാണ് തൊട്ടടുത്ത ടൈം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും അല്ലെ. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24. 42 മൈനസ് 24 എത്രയാ? 12 മൈനസ് 4 8
3 minus 2 1 18 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 18. ഇപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 18. ഇനി എന്ത് കണ്ടുപിടിക്കണം? തേർഡ് ടൈമും ഫോർത്ത് ടൈമും കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈം 24, സെക്കൻഡ് ടൈം 42, ദെൻ തേർഡ് ടൈം. സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? അതായത് 42 പ്ലസ് 18 ചെയ്യണം അല്ലേ? 42 പ്ലസ് 18. 2 പ്ലസ് 8 10, 4 പ്ലസ് 1 5 പ്ലസ് 1 6 അല്ലേ? 60. അപ്പൊ അടുത്ത ടൈം 60. ഒരു ടൈമും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ തേർഡ് ടൈമിൽ നിന്ന് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ? അതായത് 60 പ്ലസ് 18 78 കിട്ടും അല്ലേ? 78 എക്സെട്ര. ആദ്യത്തെ സീക്വൻസ് 24, 42, 60, 78 എക്സെട്ര അങ്ങനെ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടൈം തന്നിട്ടില്ല, സെക്കൻഡ് ടൈം 24, തേർഡ് ടൈം 42, ഫോർത്ത് ടൈമും കണ്ടുപിടിക്കണം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ട് എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം അല്ലെ? അല്ലെങ്കിൽ പൊതുവ്യത്യാസം വേണം. ഇവിടെ തൊട്ടടുത്ത രണ്ട് ടൈമുകളല്ലേ തന്നിരിക്കുന്നത്, അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ? ഒരു ടൈമിന്റെ തൊട്ടടുത്ത ടൈം തന്നിരിക്കുന്നത് അല്ലെ? അതായത് ഒരു ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ് തൊട്ടടുത്ത ടൈം. അതായത് അവ തമ്മിലുള്ള വ്യത്യാസം അല്ലേ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു അത് തമ്മിലുള്ള വ്യത്യാസം തേർഡ് ടൈമിൽ നിന്ന് തൊട്ട് പുറകിലെ ടൈം സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? 42 മൈനസ് 24. 42 മൈനസ് 24 എത്രയാ? അത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. കോമൺ ഡിഫറൻസ് നമുക്ക് 18 കിട്ടി. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണമല്ലോ. ഫസ്റ്റ് ടൈം നമുക്ക് അറിയത്തില്ല, സെക്കൻഡ് ടൈം 24, തേർഡ് ടൈം 42, ഫോർത്ത് ടൈം കണ്ടുപിടിക്കണം അല്ലെ? ഫസ്റ്റ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 24 സെക്കൻഡ് ടൈമാ, അതിന്റെ തൊട്ട് പുറകിലുള്ള ടൈമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? പുറകോട്ട് പോകാൻ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ? അതായത് 24ൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? 18 സബ്ട്രാക്ട് ചെയ്യണം. 24 മൈനസ് 18 എത്ര കിട്ടും? 6. 1 മൈനസ് 1 0 അല്ലെ? എത്ര കിട്ടും? 6 കിട്ടും അല്ലെ? 6. ഇപ്പോൾ ഫസ്റ്റ് ടൈം 6, സെക്കൻഡ് ടൈം 24, തേർഡ് ടൈം 42, ഫോർത്ത് ടൈമോ മുൻപോട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതായത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തല്ലേ പോകേണ്ടത്? 42 പ്ലസ് 18. കോമൺ ഡിഫറൻസ് 18 ആണ് അല്ലെ? 8 പ്ലസ് 2 10, 4 പ്ലസ് 1 5 പ്ലസ് 1 6 അല്ലെ? 60 കിട്ടും. ഇവിടെയും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ? കാരണം എന്താ? തൊട്ടടുത്ത ടൈമുകളാണ് തന്നിരിക്കുന്നത്, അവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? കോമൺ ഡിഫറൻസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ രണ്ട് ടൈം തന്നിട്ടില്ല അല്ലെ? തേർഡും ഫോർത്തും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം തന്നിട്ടില്ല, സെക്കൻഡ് തന്നിട്ടില്ല, തേർഡ് എത്രയാണ്? 24, ഫോർത്ത് 42. അപ്പോൾ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? തൊട്ട് അടുത്തടുത്ത ടൈമുകളാണ് തന്നിരിക്കുന്നത്, അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ഒരു ടൈമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടൈം സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ? സോ ഡി കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 എത്രയാ? 18 ആണ് അല്ലെ? 18. ഇനി നമ്മൾ സീക്വൻസ് എഴുതണം അല്ലെ? ഫസ്റ്റ് ടൈം അറിയത്തില്ല, സെക്കൻഡ് ടൈം അറിയത്തില്ല, തേർഡ് ടൈം 24, ഫോർത്ത് ടൈം 42. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് സെക്കൻഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തേർഡിന്റെ തൊട്ട് പുറകിലുള്ള ടൈം ആണ് അല്ലെ? അതായത് പുറകിലത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് പോകണം അല്ലെ? അതായത് 24ൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. 24 മൈനസ് 18. 24 മൈനസ് 18 എത്രയാ? 6 അല്ലെ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. സോ 6. ഇനി ഒരു ടൈമും കൂടെ പുറകിൽ കണ്ടുപിടിക്കണം. സെക്കൻഡ് ടൈം വരെ എത്തിയിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് ടൈം, അതായത് തൊട്ട് പുറകിലെ ടൈം കണ്ടുപിടിക്കണം അല്ലെ? അതിനെന്ത് ചെയ്യണം? 6ൽ നിന്ന് വീണ്ടും 18 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? 6 മൈനസ് 18 എങ്ങനെ ചെയ്യുന്നത്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ചെറുതിൽ നിന്ന് വലുതാലേ കുറയ്ക്കേണ്ടത്, അതുകൊണ്ട് മൈനസ് ചിഹ്നം കൊടുക്കുക. അതല്ലേ വേണ്ടത്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 12 അല്ലെ? ചെറുതിൽ നിന്ന് വലുതായിരുന്നു കുറയ്ക്കേണ്ടത്, അത് കാരണം മൈനസ് 12. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? മൈനസ് 12. നമ്മൾ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം ഏതാണ്? മൈനസ് 12. സെക്കൻഡ് ടൈം 6, തേർഡ് ടൈം 24, ഫോർത്ത് ടൈം 42. ഇവിടെയും നമുക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം എന്താ? തൊട്ടടുത്തടുത്ത ടൈമല്ലേ തന്നിരുന്നത്,
അതുകൊണ്ട് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ വിയുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 18 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി തൊട്ട് പുറകിലെ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് പോവുക. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. സീക്വൻസ് ഏതാണ്? 24, സെക്കൻഡ് ടൈം തന്നിട്ടില്ല അല്ലെ? തേർഡ് ടൈം 42, ഫോർത്ത് ടൈമും തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കണം. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? തൊട്ടടുത്ത ടൈമുകൾ അല്ലല്ലേ തന്നിരിക്കുന്നത്, ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ ചെയ്തായിരുന്നല്ലോ. ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം എത്താനായിട്ട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തല്ലേ? ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് എത്താനായിട്ടോ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 2 കോമൺ ഡിഫറൻസ് അല്ലെ? 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴല്ലേ ഇവിടെ എത്തിയത്. അതായത് ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ള വ്യത്യാസം 2 കോമൺ ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എന്ന് എഴുതിയാലോ? ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അല്ലേ? അതായത് 42 മൈനസ് 24 അല്ലേ? ഈക്വൽ ടു എത്ര കോമൺ ഡിഫറൻസ് അത്? 2 കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസം അത് അല്ലെ? അപ്പോൾ 2D. 42 മൈനസ് 24 എത്രയാ? 42 മൈനസ് 24. 12 മൈനസ് 4 8 അല്ലെ? 3 മൈനസ് 2 1 18. So 18 that is equal to 2D. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതായത് 2 ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ? 18 ഡിവൈഡഡ് ബൈ 2 that is equal to D. 18 by 2 9 അല്ലെ? 9 that is equal to D. നമ്മളിവിടെ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ്? 9. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? തൊട്ട് അടുത്തടുത്ത ടൈമുകളല്ല നമുക്ക് തന്നിരിക്കുന്നത്, ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും ആണ്. ഫസ്റ്റ് ടൈമിൽ നിന്ന് തേർഡ് ടൈം എത്താൻ വേണ്ടി എന്ത് ചെയ്യണം? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ആഡ് ചെയ്യണം അല്ലെ? അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 കോമൺ ഡിഫറൻസ് ആണ്. അതിനകത്തുനിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫസ്റ്റ് ടൈം 24 അല്ലെ? 24. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 24നോട് 9 ആഡ് ചെയ്യണം അല്ലെ? 24 പ്ലസ് 9 33. ഇനി തേർഡ് ടൈം കിട്ടാനായിട്ടോ 33യോട് വീണ്ടും 9 ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 42 കിട്ടും. അത് നമുക്ക് തന്നിട്ടുണ്ട്, തേർഡ് ടൈം തന്നിട്ടുണ്ട്. ഇനി 42 പ്ലസ് 9 ചെയ്യണം അല്ലെ? അത് എത്രയാ? 51 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈം തന്നിട്ടില്ല, സെക്കൻഡ് ടൈം 24, തേർഡ് ടൈം തന്നിട്ടില്ല, ഫോർത്ത് ടൈം 42 എക്സെട്ര. ഇവിടെ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? കാരണം ഒരു അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ടൈമും കോമൺ ഡിഫറൻസും ആണ് ഇമ്പോർട്ടന്റ്. ഇവിടെയും അടുത്തടുത്ത ടൈമുകളാണോ തന്നിരിക്കുന്നത്? സെക്കൻഡ് ടൈമും ഫോർത്ത് ടൈമും അല്ലേ തന്നിരിക്കുന്നത്? അടുത്തടുത്ത ടൈമുകളല്ല. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഈ ടൈമുകളുടെ പൊസിഷൻ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? സെക്കൻഡും ഫോർത്തും ആണല്ലേ തന്നിരിക്കുന്നത്. അതായത് ടൈമുകളുടെ പൊസിഷൻ തമ്മിൽ 2 പൊസിഷന്റെ ഡിഫറൻസ് ഉള്ളത് അല്ലെ? അതായത് 2 കോമൺ ഡിഫറൻസ് അല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? സെക്കൻഡ് ടൈമിൽ നിന്ന് തേർഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു, തേർഡിൽ നിന്ന് ഫോർത്ത് കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു അല്ലെ? ഇവിടെ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു എന്നതിന്റെ ഉത്തരം. അതായത് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിരിക്കുന്നത്? 2 കോമൺ ഡിഫറൻസ്. സെക്കൻഡ് ടൈമും ഫോർത്ത് ടൈമും തമ്മിലുള്ള വ്യത്യാസം 2 കോമൺ ഡിഫറൻസ് ആണ്. അതൊരു ഇക്വേഷൻ ആയിട്ട് എഴുതിയാലോ? സെക്കൻഡ് ടൈമും ഫോർത്ത് ടൈമും തമ്മിലുള്ള വ്യത്യാസം സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ? 42 മൈനസ് 24. 42 മൈനസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു, ആ വ്യത്യാസം എത്ര കോമൺ ഡിഫറൻസ് ആണ്? 2 കോമൺ ഡിഫറൻസ് അല്ലെ? 2D. 42 മൈനസ് 24 നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 2D. അങ്ങനെയാണെങ്കിൽ D കണ്ടുപിടിക്കണം അല്ലെ? 2 ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. 18 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു D. 18 by 2 9 ദാറ്റ് ഈസ് ഈക്വൽ ടു D. കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയായിട്ട് കിട്ടി? 9 ആയിട്ട് കിട്ടി. ഇനി നമ്മൾ സീക്വൻസ് കണ്ടുപിടിക്കണം അല്ലെ? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം, 24 തന്നിട്ടുണ്ട്. തേർഡ് ടൈം കണ്ടുപിടിക്കണം, 42 തന്നിട്ടുണ്ട് എക്സെട്ര. ഫസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എങ്ങനെ കിട്ടും? പുറകോട്ട് പോകാനായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ? അപ്പോൾ 24 മൈനസ് 9 എത്രയാണ്? 15. ഇനി തേർഡ് ടൈമോ? മുൻപോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? അപ്പോൾ 24 പ്ലസ് 9
അത് എത്ര കിട്ടും? 33 അല്ലേ? 33. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ കിട്ടും? 15, 24, 33, 42 എക്സെട്ര. ഇവിടെ കോമൺ ഡിഫറൻസ് രണ്ടും സെയിം ആണെന്ന് കരുതി അരിത്തമെറ്റിക് സീക്വൻസ് സെയിം ആണോ? രണ്ടും ഡിഫറന്റ് ആണ് അല്ലേ? ഇവിടെ ഫസ്റ്റ് ടൈം 24 ആയിരുന്നു, എന്നാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലോ ഫസ്റ്റ് ടൈം 15 ആയിരുന്നു അല്ലേ? അപ്പോൾ രണ്ടും രണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്തത് ആറാമത്തത്, ലാസ്റ്റത്തത് സീക്വൻസ് ഏതാണ്? 24 തന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം അറിയത്തില്ല, തേർഡ് ടൈം അറിയത്തില്ല, ഫോർത്ത് ടൈം തന്നിട്ടുണ്ട് അല്ലേ? 42 എക്സെട്ര. ഇതിനകത്തും ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ്. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്, ഫോർത്ത് ടൈമും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും. അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 3 പൊസിഷന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? 3 പൊസിഷന്റെ ഡിഫറൻസ് ആണുള്ളത്. അതായത് ഫസ്റ്റ് ടൈമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലായിരിക്കും ഫോർത്ത് ടൈം കിട്ടുന്നത്? പൊസിഷന്റെ ഡിഫറൻസ് 3 അല്ലേ? അതായത് 3 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴല്ലേ? ശരിയല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് ടൈം 24, അതിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ സെക്കൻഡ് ടൈം കിട്ടി. ഇനി സെക്കൻഡ് ടൈമിൽ നിന്ന് തേർഡ് ടൈം കിട്ടാനായിട്ട് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടണം. തേർഡ് ടൈമിൽ നിന്ന് ഫോർത്ത് കിട്ടാനായിട്ടോ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടണം അല്ലെ? അതായത് ഫസ്റ്റ് ടൈമിൽ നിന്ന് ഫോർത്ത് ടൈം കിട്ടാനായിട്ട് 3 കോമൺ ഡിഫറൻസ് ആയിരുന്നു ആഡ് ചെയ്തത്. 3 കോമൺ ഡിഫറൻസ്. അത് തന്നെയാണ് ഈ പൊസിഷന്റെ ഡിഫറൻസ് കേട്ടോ. ഫസ്റ്റ് പൊസിഷനും ഫോർത്ത് പൊസിഷനും നമുക്ക് തന്നിട്ടുണ്ട്. 4 - 1 that is equal to 3. 3 പൊസിഷന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 3 കോമൺ ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊന്ന് എഴുതിയാലോ. ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 42 - 24 ചെയ്താൽ മതി അല്ലേ? 42 - 24 that is equal to, ആ ഡിഫറൻസ് എന്താണ്? 3 കോമൺ ഡിഫറൻസ് അല്ലേ? 3D. തൊട്ട് മുമ്പൊക്കെ 2 കോമൺ ഡിഫറൻസ് ആയിരുന്നു ഉള്ളത്. ഈ ക്വസ്റ്റ്യനിൽ 3 കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതെന്താന്ന് മനസ്സിലായല്ലോ? ഫസ്റ്റ് ടൈമും ഫോർത്ത് ടൈമും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 കോമൺ ഡിഫറൻസ് വരുന്നുണ്ട്. ഓർത്തിരിക്കുക. 42 - 24 നമ്മൾ ചെയ്തതായിരുന്നല്ലോ, 18 അല്ലേ? 18 that is equal to 3D. 3 കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ D കണ്ടുപിടിക്കണമല്ലോ. 3 സൈഡിൽ കൊണ്ടുവന്നാ പോരെ? 18 divided by 3 that is equal to D. 18/3 എത്രയാ? 6 അല്ലേ? 6 that is equal to D. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിട്ട് കിട്ടിയേക്കുന്നത്? 6 അല്ലേ? ഇനി ഈ സീക്വൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഫസ്റ്റ് ടൈം 24, സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണം അല്ലെ? ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? അതായത് 24 + 6 എത്ര കിട്ടും? 30. അടുത്തത് തേർഡ് ടൈം. സെക്കൻഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? 30 + 6 എത്ര കിട്ടും? 36. അടുത്തത് ഫോർത്ത് ടൈം. തേർഡിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? 36 + 6 42. 42 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഫോർത്ത് ടൈം എക്സെട്ര. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. എപ്പോഴും ഓർക്കുക, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം കോമൺ ഡിഫറൻസ് ആണ്. ഏതെങ്കിലും ഒരു ടൈമും കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായല്ലോ. തൊട്ട് അടുത്തടുത്ത ടൈമുകളാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് അല്ലെ? ഇനി അടുത്തടുത്ത ടൈമുകൾ അല്ല എങ്കിലോ അതിന്റെ പൊസിഷനും ഡിഫറൻസ് നോക്കുക. അത്രയും കോമൺ ഡിഫറൻസ് ആയിരിക്കും ആ ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസം. അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചെടുക്കണം. 2 കോമൺ ഡിഫറൻസ് വ്യത്യാസമുള്ളതും 3 കോമൺ ഡിഫറൻസ് വ്യത്യാസമുള്ളതും നമ്മൾ ചെയ്തല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. എത്ര പൊസിഷന്റെ ഡിഫറൻസ് നോക്കണം, അതനുസരിച്ച് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ.